ആലപ്പുഴയിൽ ഉണ്ടായ അനിഷ്ടകരമായ 2 കൊലപാതകങ്ങളിൽ രണ്ടാമത് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പും കേരള സർക്കാരും ഇടപെട്ടുകൊണ്ട് ദ്രുതഗതിയിൽ അതിൻ്റെ വിധി വന്നിരിക്കുകയാണ്. ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, കേരളത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിൽ ഇത്രയും ആളുകളെ ഒരുമിച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു വിധി ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കേസിൽ കുറ്റാരോപിതരായ വിചാരണയ്ക്ക് വിധേയരായ മുഴുവനെയും തൂക്കിലേറ്റാൻ വിധിച്ച വിധികളും അപൂർവമാണ്. സുപ്രീം കോടതിയുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ താൽപ്പര്യം ഇത്തരം ശിക്ഷാ നടപടികൾ സമൂഹത്തിന് സന്ദേശം നൽകണം, അതോടൊപ്പം തന്നെ വ്യക്തികൾക്ക് തിരുത്താൻ അവസരം നൽകുന്നതുമാകണം. ഈ തൂക്കിലേറ്റുക എന്ന ആ ഒരു നടപടിക്രമം പോലും അത് ഏത് പ്രതികളോടാണെങ്കിൽ പോലും ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് പാർട്ടിയുടെ നിലപാട്. ഇതിൽ ആശ്ചര്യകരമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അതിൻ്റെ കാരണങ്ങളെല്ലാം ഒരു പരിധിവരെ നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒന്നാമത് നടന്ന സംഭവം എസ്.ടി.പിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. ഷാൻ കൊല്ലപ്പെട്ട സംഭവമാണ്. അതിനുശേഷം രണ്ടാമത് നടന്ന സംഭവം, 2 സംഭവം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ വളരെ ക്ലിയറായി, വളരെ വ്യക്തമായി ഓരോ കേരളീയൻ്റെയും ഓരോ പൗരൻ്റെയും മുന്നിലുള്ള ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതിൽ സ്വീകരിച്ച വിവേചനപരമായ നിലപാടിൻ്റെ ന്യായം എന്താണ് എന്ന്. ഒന്നാമത്തെ സംഭവത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. ഷാൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്ക് ജാമ്യം കൊടുത്തു. ആ ജാമ്യം കൊടുക്കുന്നതിൽ ആദ്യത്തെ 3 ആളുകൾക്ക് ശേഷമുള്ളവർക്ക് ജാമ്യം കൊടുക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അതിൽ പലരും വിവാഹിതരായി തന്നെ പുതിയ കുടുംബജീവിതം നയിക്കുന്നു. ആ ഒരു സമീപനം മാത്രമല്ല, പ്രതിപട്ടിക പൂർണ്ണമായും കോടതിക്ക് സമർപ്പിച്ചിട്ടില്ല. ഇത്തരമൊരു കൃത്യമായ ഇടപെടൽ ആ കാര്യത്തിൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ ഏജൻസികളും സ്വീകരിച്ചപ്പോൾ രണ്ടാമത് നടന്ന സംഭവത്തിൽ ദ്രുതഗതിയിൽ ഇടപെടുകയും RSS തീരുമാനിച്ചതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുകയും തുടർന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേരളത്തിൽ 30ഓളം ക്രൈസ്തവരെ ഗർഭാവസ്ഥയിലൂടെ മതം മാറ്റിയ ഒരു സംഭവത്തിന് കാർമ്മികത്വം വഹിച്ച ആളെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ആ നിലയിൽ അത്തരമൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിശ്ചയിക്കുകയും എല്ലാ ഏജൻസികളുടെയും ഗവൺമെൻറ് ഏജൻസികളുടെ ഇടപെടലിലൂടെ വളരെ പെട്ടെന്ന് ജാമ്യം പോലും നൽകാതെ അപൂർവം എന്നതിനപ്പുറത്ത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിധി പ്രഖ്യാപനമാണ് കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ഈ പക്ഷപാതപരമായ സമീപനത്തിന് മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഷാൻ്റെ അഡ്വക്കേറ്റ് കെ. ഷാനും ഒരു വക്കീലാണ്. ഷാൻ്റെ മാതാപിതാക്കളും ഭാര്യയും മാധ്യമങ്ങളോട് പറഞ്ഞ സംഗതി നിങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്തിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? കേരളത്തിൻ്റെ ഗവൺമെൻറ് UP-യിൽ അല്ലെങ്കിൽ RSSന്റെ ആശയം നടപ്പിലാക്കുന്ന
ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ നമുക്ക് ബോധ്യമുള്ളതാണ്. അത് മാനവിക മുക്തമാണ്. രാജ്യത്തെ ഒരു കലാപകേന്ദ്രമാക്കി ഒരു കശാപ്പ് ശാലയാക്കി മാറ്റുന്ന ഒരു ഫാഷിസ്റ്റ് ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഒരു കശാപ്പ് ശാലയാക്കി രാജ്യത്തെ മാറ്റുന്ന ഗവൺമെൻറ്റാണ്. നിയമം മൂലം പാർലമെൻറ്റിൽ കിട്ടുന്ന സ്വാധീനം കൊണ്ട് ഭരണഘടനാ താൽപ്പര്യങ്ങൾ ഹനിക്കുന്ന, പൗരത്വത്തിൽ വിവേചനം കാണിക്കുന്ന അത്തരം ഒരു ഏകാധിപത്യത്തിൻ്റെ സർവ്വ ദുർഗുണങ്ങളും പേറുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. എന്നാൽ ആ ഗവൺമെൻറ് ഏജൻസികളുടെ ഇടപെടലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ചില കരാറുകളുടെ ഭാഗമായിട്ട് കേരളത്തിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരുന്നു എന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം പ്രകടമായൊരു വിവേചനത്തിന് ഈ സംഭവത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാണ് പാർട്ടിയുടെ നിലപാട്. ഇവിടെ ഇത് കേവലം ഒരു ചർച്ചയിൽ പരിമിതപ്പെടേണ്ടതല്ല. കേരളത്തിൽ കോടതിയുടെ നിരീക്ഷണം, അതിൽ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ജഡ്ജിമെൻറ്റിൽ വന്നിട്ടുണ്ട്. ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. അവർക്ക് തൂക്കുകയറ് വിധിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചുവെന്നാണ് അത് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നത്. ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും. വളരെ ദാരുണമായ ഒരു കൊലപാതകങ്ങളിൽ നമുക്കറിയാം അത് നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന ഒരുപാട് കൊലപാതകങ്ങളുണ്ട്. ഒരു ബാലൻ കൊല്ലപ്പെട്ട സംഭവം, ഒരു കൊച്ചുകുട്ടി കൊല്ലപ്പെട്ട സംഭവമുണ്ട്. എന്താ കുപ്പൻ്റെ പേര്? ഫഹദ്. ഒരു റിയാസ് മൗലി പള്ളിയിൽ ഉറങ്ങിക്കിടന്നയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പള്ളിയിൽ ഉറങ്ങിക്കിടന്നയാളാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും ചർച്ചകൾ ഉയർന്നു വന്ന കൊടുങ്ങല്ലൂർ ഫൈസൽ ഇഷ്ടമുള്ള മതം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരം കൊലപാതകത്തിൻ്റെ പിന്നിൽ RSSന്റെ നേതൃത്വമാണ് ഇന്ന് ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരം സംഭവങ്ങളിൽ RSSകാർ, ഞാൻ പറയുന്ന ഒരു മനുഷ്യനും കൊല്ലപ്പെടാൻ പാടില്ല. അതെല്ലാവരും ആ കാര്യത്തിൽ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കണം. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ പോലും ഇത്രയും ജാഗ്രതയോടെ സംഘപരിവാറിൻ്റെ സർവ്വ താല്പര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അവസാനം അതിൻ്റെ വിധിയെഴുതുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൻ്റെ പിന്നിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇത്തരം ചില താല്പര്യങ്ങളുണ്ട്. അതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരികയാണ്. ഈ വിവേചനത്തിന് സംസ്ഥാന ഗവൺമെൻറ് മറുപടി പറയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിവേചനമാണ് ഉണ്ടായിട്ടുള്ളത്. കോടതിയും അക്കാര്യത്തിൽ ഗൗരവകരമായൊരു അശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. കാരണം ഒരു സംഭവം നടന്നു, ആ സംഭവത്തിൽ അതിൽ പ്രതികളായ മുഴുവൻ ആളുകൾക്കും ജാമ്യം കൊടുക്കുന്നു. അത് കോടതിക്ക് അതിൽ പ്രശ്നം തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ അവർ സ്വൈര്യമായി ജീവിക്കുന്നു. മറ്റ് ചില കൊലപാതകങ്ങളിൽ പ്രതിയായ ആളുകൾ ആ പട്ടികയിലുണ്ട്, ആ പ്രതിപട്ടികയിലുണ്ട്. CPMൻ്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ഒരാളാണ് അഡ്വക്കേറ്റ് KS കൊല്ലപ്പെട്ട കേസിൽ ഒരു പ്രതി. പക്ഷെ അവർക്കെല്ലാവർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ, അതൊന്നും ഒരു ഗൗരവമില്ലാതെ KS ഈ പറഞ്ഞതുപോലെ മാതാവും പിതാവുമുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, കൊച്ചുകുട്ടികളാണ്, 2 പെൺകുട്ടികളുണ്ട്, ഭാര്യ വിധവയാണ്. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് ഏജൻസികൾ ഇടപെടുമ്പോൾ, ഒരു പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെ ജാതിയും മതവും രാഷ്ട്രീയവുമായി മാനദണ്ഡം എന്ന തലത്തിലേക്ക് കേരളത്തിൽ അധപ്പതിക്കുന്നത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. ഗവൺമെൻറ്റുകളുടെ വിവേചനം ഒരുപാട് കാര്യത്തിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്താനാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എവിടെയാണ് നീതി പ്രതീക്ഷിക്കുക? ആരോടാ ഇത് ചോദിക്കുക? ഏത് സംഭവത്തിൽ? ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, എന്ത് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക? ഫാഷിസ്റ്റ് വൽക്കൃത ഇന്ത്യയിൽ തങ്ങളോട് രാഷ്ട്രീയ വിയോജിപ്പുള്ള മുഴുവൻ ആളുകളെയും അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തി അടിമപ്പെടുത്തുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്. ഇഷ്റത്ത് ജഹാൻ ഉൾപ്പെടെയുള്ള കേസിൽ അത്തരം എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തി ആഹ്ലാദ നൃത്തം ചവിട്ടിയവർക്ക് പോലും സ്വീകരണമൊരുക്കുന്ന ഒരു പാർട്ടിയും ഒരു സംവിധാനവും ഗവൺമെൻറ്റുകളുമുള്ള ഇന്ത്യയിൽ മതനിരപേക്ഷയുടെ പക്ഷത്ത് നിൽക്കുന്നുവെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് നിൽക്കുന്ന കേരളത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ടകൾ അക്ഷരം പ്രതി നടപ്പിലാക്കുന്ന ഒരു അപകടം ഇത്തരം വിധികളിൽ പോലും പ്രകടമായിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിരാശപ്പെടുത്തുന്നത് മാത്രമല്ല,
ഗുരുതരമായ ഒരു സാമൂഹ്യ സ്ഥിതി വളർത്തുന്നതാണ്. അതുകൊണ്ട് ഇതിൽ പാർട്ടിയുടെ ഈ വിവേചനത്തിൽ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് അസാധാരണമായ വിധി എന്ന് മാത്രമല്ല, ആശ്ചര്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം ഒരു നടപടിക്രമം തിരുത്താൻ പറ്റാത്ത ഒന്നാണ് എന്ന അഭിപ്രായം കൂടി പങ്കുവയ്ക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി അനാത്ത്, ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അതൊക്കെ ഹൈക്കോടതിയുടെ ഒരു നമ്മൾ വധശിക്ഷ എന്നതിനോട് വിയോജിപ്പ് നമുക്കുണ്ട്. ഒന്ന് അത് അതെ, വധശിക്ഷ എന്ന് പറയുന്ന സംഗതിയോട് ഇവിടെ അതല്ല. ഇവിടെ കോടതിയുടെ നിരീക്ഷണ വൈഭവത്തിലോ സ്വഭാവത്തിലോ ഒക്കെ ചില വ്യത്യസ്തതകൾ വരാം. അതൊക്കെ കോടതികളുടെ വ്യത്യസ്തമായ സ്വാഭാവിക സംഗതികളാണത്. പക്ഷെ അടിസ്ഥാനപരമായി മനുഷ്യാവകാശവും പൗരാവകാശവും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു വിവേചനം ഇവിടെ പ്രകടമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോടതി ഒരു കാര്യത്തിൽ സ്വാഭാവികമായും ജുഡീഷ്യറിയുടെ നിരീക്ഷണത്തിൽ വ്യത്യസ്ത സംഗതികൾ വരാം. അടിസ്ഥാന തത്വങ്ങളും അതിൻ്റെ പരിധി നിന്നുകൊണ്ട് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന വിവേചനമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അത് ഏത് കുറ്റകൃത്യത്തിൽ പെടുന്നവർക്കും പരമാവധി ശിക്ഷ കിട്ടണം. ഈ പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ അത് വധശിക്ഷ എന്നതല്ല, പരമാവധി ശിക്ഷ കിട്ടണം. ഇത് കാരണം എന്തറിയോ? നമുക്കറിയാലോ ഏത് ക്രൂരമായ അല്ല അതിരസകരര് അത് നമ്മളതുപോലുള്ള ഇതിൽ സുപ്രീം കോടതിയുടെ പല കേസുകളുമായി ബന്ധപ്പെട്ടും ആഗോളതലത്തിലെ മനുഷ്യാവകാശ പ്രസ്ഥാനം ഉയർത്തിയ പല കാരണങ്ങൾക്ക് കാരണമായിട്ടും നമ്മുടെ സുപ്രീം കോടതി ഉൾപ്പെടെ പലപ്പോഴും വളരെ കൃത്യമായി കീഴ്ക്കോടതികൾക്ക് കൊടുത്തൊരു ഡയറക്ഷൻ തന്നെയാണ്. വളരെ ഒറ്റപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട കേസിൽ ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്ക് കുറ്റാരോപിതർക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആലോചിച്ചേക്ക്, ഗൂഢാലോചനയുമായി ബന്ധമുണ്ട്, ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ള ആളുകൾക്ക് വധശിക്ഷ കിട്ടാൻ പ്രാപ്തമായ വകുപ്പുകൾ ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ മുഴുവൻ ആളുകൾക്കും അല്ല ഇവിടെ അവർ ആര് എന്നതല്ല നമ്മുടെ ചർച്ച. നമ്മുടെ നാട്ടിൽ ഒന്ന് വധശിക്ഷ വിധിച്ചു എന്നതല്ല നമ്മുടെ നാട്ടിൽ ഒരുപോലെ നടന്ന രണ്ട് സംഭവത്തിൽ രണ്ട് സമീപനം സ്വീകരിക്കുന്നുവെന്നത് ജുഡീഷ്യറിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിവേചനമാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, അതൊരു പൊതുതത്വമാണ്. ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം ഇവിടെ ഒരു കാര്യത്തിൽ ഇതിന് വലിയൊരു അപകടകരമായ പ്രത്യേകത. ഒന്ന്, ഇന്ത്യയിൽ ഒരു സംഘപരിവാർ ഗവൺമെൻറ്റാണ്. വളരെ പ്രകടമായി ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തോടും മതന്യൂനപക്ഷങ്ങളോടും വിവേചനം കാണിക്കുന്ന സിസ്റ്റമാണ്. പൗരത്വ നിയമം വരാൻ പോകുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക മതസാമൂഹിക വിഭാഗത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ഫാഷിസ്റ്റുകൾ ശ്രമിക്കുക സ്വാഭാവികമാണ്. ഒരു RSSകാരിൽ നിന്നോ സെൻട്രൽ ഗവൺമെൻറ്റിന് വ്യത്യസ്തമായി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അത്തരം വിവേചനപരമായൊരു സമീപനം കേരളത്തിൽ നടക്കുന്നുവെന്ന ആ വിവേചനത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നം അതല്ല സുഹൃത്തെ. ഇവിടെ ഒരു സംഭവം നടന്നു. ഈ രണ്ടാമത് നടന്ന സംഭവത്തിൽ വിചാരണ കഴിഞ്ഞു. ഒരാൾക്ക് ജാമ്യം കൊടുത്തില്ല. ആ കുറ്റാരോപിതരെ മുഴുവനും കുറ്റവാളികളായി വിധിച്ചു. ജാമ്യം കൊടുത്തിട്ടില്ല. ആദ്യം നടന്ന സംഭവത്തിൽ മുഴുവൻ ആളുകൾക്ക് ജാമ്യം കൊടുത്തു. ആ വിചാരണ തുടങ്ങിയിട്ടില്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ലിസ്റ്റ് കൊടുത്തിട്ട് ആ കുടുംബം കൊടുത്ത ഒന്നാമത്തെ ലിസ്റ്റ് സർക്കാർ ഒന്നാമത്തെ സമ്മർദ്ദപ്പെടുത്തി ഒഴിവാക്കി. രണ്ടാമത്തെ സർക്കാർ അംഗീകരിച്ചില്ല. മൂന്നാമത് കൊടുത്തിട്ട് ഒരുപാട് കുടുംബത്തിന് കയറിറങ്ങേണ്ടി വന്നു അംഗീകരിക്കാൻ. ഈ ഒന്നാമത്തെ സംഭവത്തിൽ മുഴുവൻ ആളുകൾക്ക് ജാമ്യം കൊടുക്കുന്ന, അവർക്ക് കുടുംബജീവിതം നയിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്ന ആ കേസിൻ്റെ വിചാരണ ഇതുവരെ തുടങ്ങാത്ത ആ ഒരു വിവേചനത്തെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതാണ് നമ്മൾ ഉന്നയിക്കുന്നത്.
ഒരിക്കലല്ല. നമ്മൾ രാജ്യത്തിൻ്റെ എന്താണ് പരമോന്നതമായ സംവിധാനമാണ്, അത് നമ്മൾ അവിശ്വസിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഇത്തരം സംഗതികൾ ഒരു സമൂഹത്തിൽ ഇത്തരമൊരു സാമൂഹ്യക്രമം നിലനിൽക്കുമ്പോൾ ഒരു 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 മതസാമൂഹികമാകൾ നീതി നിഷേധിക്കുന്ന പ്രകടമായ രാഷ്ട്ര സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു വിവേചനം എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇത്തരമൊരു സമീപനം, അത് ഗവൺമെൻറ്റാണ് അതിൽ പ്രധാനമായി മറുപടി പറയേണ്ടത്. ഞങ്ങളല്ല, അത് കുടുംബം പോവും, അപ്പീൽ പോവും, അത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ ഭാഗത്തുള്ള പാർട്ടി ഒരിക്കലും അംഗീകരിക്കുകയില്ല, പാർട്ടി പ്രവർത്തകരാൽ ഒരിക്കലും ബന്ധപ്പെടുകയില്ല. കാരണം അതൊന്നും നമ്മുടെ ഒരു വ്യവസ്ഥാപിത സംവിധാനത്തെ നിഷേധിക്കലല്ലോ നമ്മൾ വേണ്ടത്. നമ്മുടെ ഏത് സംവിധാനവും സമൂഹം നിലനിൽക്കുന്നത് ആ വ്യവസ്ഥാപിതമായ സംവിധാനത്തിൽ പുഴുക്കുത്തേറ്റാൽ അത് തിരുത്തണം. അത് ആഭ്യന്തര പോലീസ് സംവിധാനമായാലും നമ്മുടെ ഏത് സംവിധാനമായാലും അത് വരാൻ പാടില്ല. അതിൽ നിന്നും പൗരന്മാർക്ക് വിവേചനം ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ ഉന്നയിക്കുന്നത്. പാർട്ടി നടപടിയെടുക്കും. മുഖ്യമന്ത്രിയുടെ ഇപ്പം തന്നെ വീണ വിജയൻ്റെ നിങ്ങൾക്കറിയാലോ, പുതിയ വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് താല്പര്യമുള്ള അയോധ്യ കേസിൽ ഹാജരായ സംഘപരിവാറുകാരനെ വക്കീൽ ഹാജരാകുന്ന മാധ്യമങ്ങൾ പറയുന്നു. അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അല്ല ഞാൻ പറഞ്ഞതല്ല, അതൊക്കെ അല്ല, അത് യാദർച്ഛികം. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ ഒരു ചീഫ് അഡ്വൈസർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചില ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ട പോസ്റ്റുകളാണ്, വ്യക്തികളാണ്. നമുക്കത് വിശദമായി ചർച്ചയാവുന്ന ഒരു സംഗതിയാണ്. കേരളത്തിൻ്റെ ഒരു DGP റിട്ടയർഡ് ആയതിനു ശേഷം പിന്നീട് തുടർന്നും അതൊക്കെ അങ്ങനെ ആ ഒരു പോസ്റ്റ് മാത്രമല്ല, അതൊക്കെ ചില ഇടനിലക്കാർ എന്ന നിലയിൽ കൊടുത്ത പരിഗണനകളാണ്. അതൊക്കെ അതിൻ്റെ ദുരന്തം നമുക്കറിയാലോ. ഇവിടെ ഇപ്പോൾ ആലപ്പുഴ കേസിൽ വത്സൻ തില്ലങ്കേരി ഷാൻ കൊല്ലപ്പെടുന്നതിന് തലേദിവസം അവിടെ ഉണ്ടാകുന്ന എല്ലാ മാധ്യമങ്ങളും എഴുതി. ആ ഗൂഢാൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന മാധ്യമങ്ങൾ എഴുതി. പലരും ഉന്നയിച്ചു ആ വിഷയം. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിൽ RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്നത്, ഇത്തരം ഉദ്യോഗസ്ഥരെ വെച്ച് അത് നടപ്പിലാക്കുന്നു എന്ന ആരോപണം CPMൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ പോലും ഒരിക്കൽ ഉയർന്നു വന്ന പ്രശ്നമാണത്. CPMൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ അത് നമ്മൾ മാത്രം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമല്ലാതെ അതൊരു യാഥാർത്ഥ്യമാണ്. പൊതുപ്രവർത്തകരെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടത്. ഇപ്പം തന്നെ ഈ കേസിൽ ജയ്ശ്രാം വിളിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പരിഗണന ഉണ്ടായിട്ടില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരാളെ കൊടുന്ന് മർദ്ദിച്ചിട്ട് ജയ്ശ്രാം വിളിക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൻ്റെ ഭാഗമല്ലല്ലോ അത്. കേരള പോലീസിലുള്ളത് ഉണ്ടായത്. ഏറ്റവും കുറഞ്ഞ ആൾക്കാർ പരാതി ഉണ്ടാകുമ്പോൾ നടപടിയാണല്ലോ ഉണ്ടാകേണ്ടത്. ആ നടപടി എടുക്കാൻ തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ്? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒരു കുത്തഴിഞ്ഞ രീതിയിൽ ഒരു സെൻട്രൽ അജണ്ടയ്ക്ക്, അഥവാ സർക്കാരിനപ്പുറത്ത് സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്ക് വിധേയമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് ഇവിടെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിവിടുത്തെ എതിർ പാർട്ടികൾ മാത്രമല്ല, CPMൻ്റെ നേതൃത്വം പോലും ഉന്നയിച്ച ഒരു ആരോപണമാണത്.